എനിക്ക് എൻ്റെ ഹെഡ്സെറ്റിന് എന്താ പറ്റിയെന്ന് എനിക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല. കാരണം നിങ്ങൾ ഇപ്പൊ കേൾക്കുന്ന വീഡിയോ നിങ്ങൾക്ക് കേൾക്കുന്നുണ്ടോ? ബട്ട് എൻ്റെ കഴിഞ്ഞ എപ്പിസോഡിന് മുന്നേ എടുത്ത റെക്കോർഡ് അതെല്ലാം പോയി. നിങ്ങളിപ്പോ ഇത് നോക്കുമ്പോൾ ഇത് പണിതുണ്ടല്ലോ, ഇത് നമ്മൾ കണ്ടില്ല എന്ന് വിചാരിക്കും. കാരണം ഞാൻ റെക്കോർഡ് ചെയ്തടാ 2-3 മണിക്കൂറൊന്നുമില്ല, കുറെ മണിക്കൂർ എടുത്തിട്ടാണ് ചെയ്തത്. ബട്ട് 30-40 മിനിറ്റിന്റെ വീഡിയോ ആയിരുന്നു. ആൻഡ് അത് പോയി. എൻ്റെ വോയിസ് ഇല്ലേ, എൻ്റെ വോയിസ് അതിൽ കേൾക്കുന്നില്ല. അതെന്താ സംഭവം എനിക്ക് മനസ്സിലായിട്ടില്ല. ഹെഡ്സെറ്റിൽ ചില സമയം വീഡിയോ എടുക്കുമ്പോൾ വോയിസ് കേൾക്കൂല, ചില സമയം മാത്രം കറക്റ്റ് ആവും. അതെന്താ സംഭവം എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ബട്ട് ഞാൻ എന്നിട്ട് ഒന്നുകൂടി ഒരു കുഞ്ഞു വീഡിയോയിൽ ഹലോ ഹലോ എന്നൊക്കെ പറഞ്ഞ് ചെക്കൗട്ട് ചെയ്തിട്ടാണ് ഇപ്പൊ ഈ വീഡിയോ എടുക്കുന്നത് വിശ്വാസത്തോടെ. ആൻഡ് ഞാൻ ഈ പണിയൊക്കെ കുറേ ചെയ്തടാ. ഞാൻ പിന്നെ കുറെ അയണൊക്കെ മൈൻ ചെയ്യാൻ പോയി ആ വീഡിയോയില്. പിന്നെ അതാ ഈ സാധനം നമ്മൾ ആ വീഡിയോയിൽ ചെയ്തല്ല, ഇത് നമ്മൾ അതിന് മുന്നേ ഉണ്ടായിരുന്നതാണ്. ഓക്കെ, ഈ സാധനം ഞാൻ മറ്റേ റെഡ് സ്റ്റോൺ ഒക്കെ വെച്ചിട്ട് കുറച്ച് പരിപാടികളൊക്കെ ചെയ്ത് ഉണ്ടാക്കിയതാണ്. ഇത് ഞാൻ മറ്റേ കോട്സിന്റെ സംഭവം വെച്ച് ഉണ്ടാക്കിയതാണ്, ഡേ ലൈറ്റ് സെൻസർ. ആൻഡ് എൻ്റെ കുറേ നേരത്തെ ഗ്രൈൻഡ് ആണ് പോയത്. ഞാൻ കുറെ ഷവലൊക്കെ ഉണ്ടാക്കി, കുറെ ഗ്രൈൻഡ് ചെയ്തിട്ട് പിന്നെ കുറേ റീലുണ്ടാക്കി. പിന്നെ ഈ ഡർട്ടൊക്കെ കുറേ അവിടെ നിന്ന് ഗ്രൈൻഡ് ചെയ്ത് കൊണ്ടുവന്നെയാണ്. ഓക്കെ, ആൻഡ് വേറൊരു സംഭവം ഉണ്ട്. ഇത് നേരെ പോകുന്നത് എങ്ങോട്ടാണെന്ന് നിങ്ങൾ വിചാരിക്കും. ഇത് നേരെ പോകുന്നത് നമ്മുടെ വില്ലേജിലോട്ടാണ്. ആൻഡ് അങ്ങോട്ടൊരു വേഗമാണ്, അത് ഞാൻ പറഞ്ഞു തരാം എന്താ സംഭവം എന്ന്. ഇന്നത്തെ വീഡിയോ ഷോർട്ട് ആയിരിക്കും, കാരണം എനിക്ക് വയ്യ, ഞാൻ കുറേ നേരം എടുത്തു. പിന്നെ ഇതൊക്കെ ഒന്ന് കാണിക്കാന്ന് വിചാരിച്ചിട്ട് കുഞ്ഞു വീഡിയോ എടുക്കുന്നതാണ്. എനിക്ക് സത്യം പറഞ്ഞാൽ ദേഷ്യം വന്നു, കാരണം ഇത്രയും റെക്കോർഡ് ചെയ്തിട്ട് അത് പെട്ടെന്ന് പോയടാ. ഇതാണ് പ്രാന്ത്. ഞാൻ പിന്നെ ഇടുന്ന ഷോർട്ട് വീഡിയോക്കൊക്കെ നിങ്ങൾ നല്ല സപ്പോർട്ട് തരുന്നുണ്ട്, താങ്ക്സ് ഫോർ ദാറ്റ്. 2-3 മണിക്കൂറിലൊക്കെ എനിക്ക് 400-500 വ്യൂസ് ഒക്കെ കിട്ടുന്നുണ്ട് ഷോർട്ടിന്. താങ്ക് യു ഫോർ ഇതുണ്ട്. ഇത് അവിടെ വരെ, വില്ലേജിൽ നിന്ന് ഇവിടെ വരെ ഞാൻ ഇത് ഉണ്ടാക്കാനായിട്ട് കഷ്ടപ്പെട്ട സമയം എല്ലാം അതിനകത്തുണ്ട്. ഞാൻ അയാളൊക്കെ കണ്ടുപിടിക്കുന്നത്. പിന്നെ ഈ ഏരിയ ഇല്ലേ, ഇത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മലയൊക്കെ പോലെ ഒരു സ്ഥലമായിരുന്നു. പിന്നെ ഞാൻ മാറ്റിയെടുത്തതാണ്. ഇത് മല എന്ന് പറയാൻ പറ്റില്ല, 2-3 ലെയർ ഡർട്ട് ബ്ലോക്ക് വെച്ചിട്ടുണ്ടായിരുന്ന ഒരു ഏരിയ ആയിരുന്നു. കുറേ നേരം എടുത്തിട്ടാണ് ഇതൊക്കെ ചെയ്തത്. ഇത് ഗ്രാസ് ബ്ലോക്ക് വരെയായി. അത്രയും നേരം ഞാൻ ഈ സ്ഥലത്ത് ഉണ്ടായി. ഓക്കെ, ആൻഡ് ഇപ്പോഴും ഇതിന്റെ പണി തീർന്നിട്ടില്ല. ഇനി നമുക്ക് ചുറ്റിനും മതിലൊക്കെ പണിയാനുണ്ട്. ആൻഡ് ഇതാ ഇവിടെ നോക്കുകയാണെങ്കിൽ ഇതാ ഞാൻ ക്രാഫ്റ്റിംഗ് ടേബിളും ചെസ്റ്റ് ഒക്കെ വെച്ചിട്ടുണ്ട്. ഇതാ ഇത്രയും ഡർട്ട് ഈ ചെസ്റ്റിൽ, ഇത്രയും ഡർട്ട് ഈ ചെസ്റ്റിൽ, 2 ചെസ്റ്റിൽ കൊള്ളാവുന്ന 1 ചെസ്റ്റ് നിറച്ച് ഡർട്ടാണ് ഗൈസ്. അത്രയും നേരം ഞാൻ ഇവിടെ ഇരുന്ന് ഗ്രൈൻഡ് ചെയ്തു, പക്ഷെ അതൊന്നും കിട്ടിയില്ല. അത് സത്യം പറഞ്ഞെങ്കിൽ നല്ല ദേഷ്യമാണ് വന്നത്, കാരണം ഒന്നും കിട്ടിയില്ല എന്ന് പറയുമ്പോഴാണ് നമുക്ക് ദേഷ്യം വരിക. ആൻഡ് ഈ റെയിലും ഈ മറ്റേ കൊബിൾ സ്റ്റോൺ, സത്യം പറഞ്ഞാൽ ഈ 2ാമത്തെ ലെയറാണ് കൊബിൾ സ്റ്റോൺ വെച്ചേക്കുന്നത്. കാരണം ഞാൻ ഇവിടെ മറ്റേ ഷവല് വെച്ചിട്ട് നമ്മുടെ ഡർട്ടിൽ ഇങ്ങനെ ക്ലിക്ക് ചെയ്യുമ്പോൾ മറ്റേ പാത്ത് ഉണ്ടാവില്ലേ, അതിങ്ങനെ വെച്ച് പിന്നെ ഞാൻ വിചാരിച്ചു അതിന്റെ മേലെ റെയിലൊക്കെ വെക്കാൻ പറ്റുന്നു. പിന്നെ നോക്കുമ്പോ ആണെങ്കിൽ അതിന്റെ മേലെ റെയിൽ വെക്കാൻ പറ്റില്ല. ഇത് കണ്ടോ, ഇതുപോലെയായിരുന്നു ഫുള്ള്. എന്നിട്ട് അത് പറ്റുന്നില്ല. എന്നിട്ട് ഞാൻ ഫുള്ള് കൊബിൾ സ്റ്റോൺ ഒന്നുകൂടി നേരത്തി വെച്ച് ഞാൻ മറ്റേ മൈൻ ചെയ്യാൻ പോയിട്ട് എൻ്റെ കയ്യിൽ കുറെ കൊബിൾ സ്റ്റോൺ ഉണ്ടായി, അതൊക്കെ വെച്ച് നിരത്തി. പിന്നെ കുറേ സ്റ്റിക്കും കുറേ മരമൊക്കെ വെട്ടിയിട്ട് നമ്മൾ കുറേ സ്റ്റിക്കും അയണും ഒക്കെ വെച്ചിട്ട് ഈ കാണുന്ന റെയിലൊക്കെ ഉണ്ടാക്കി. കുറേ ഉണ്ടാക്കി, ഒരു സ്റ്റാക്കൊന്നും അല്ല, 2-3-4-5 സ്റ്റാക്കിന്റെ മേലെ ഉണ്ട്. ഞാൻ പിന്നെ വില്ലേജർ ബ്രീഡർ ഉണ്ടാക്കാന്ന് വിചാരിച്ചാണ്. ഇന്നത്തെ എപ്പിസോഡിലല്ല, അടുത്ത എപ്പിസോഡിൽ ഉണ്ടാക്കാന്നൊക്കെ പറഞ്ഞിട്ട് വൈൻഡപ്പ് ചെയ്താണ്. പക്ഷെ എൻ്റെ വോയിസ് ഒന്നും റെക്കോർഡായില്ല, ഒന്നെന്ന് പറഞ്ഞാൽ ഒരു വോയിസ് പോലും എൻ്റെ റെക്കോർഡ് ആയിട്ടില്ല. ഗെയിമിന്റെ വോയിസ് റെക്കോർഡ് ആവുന്നുണ്ട്, പക്ഷെ എൻ്റെ വോയിസ് റെക്കോർഡ് ആവുന്നില്ല. അതെന്താ സംഭവം എനിക്ക് മനസ്സിലായിട്ടില്ല. അതായത് ഇപ്പൊ നിങ്ങൾ ഈ സ്ക്രീനിൽ ഞാൻ നടക്കുന്നതിന്റെ ഒച്ചയില്ലേ, മൈൻക്രാഫ്റ്റിൽ നടക്കുന്നതിന്റെ ചാടുന്നതിന്റെ ഒക്കെ ഒച്ച നിങ്ങൾക്ക് കേൾക്കണ്ടാവും. ബട്ട് എനിക്ക് അതില് കേൾക്കുന്നില്ലടാ. പിന്നെ ഇത് ഞാൻ ഡയറക്റ്റ് ആക്കിയിട്ട് വെച്ചാണ്. പിന്നെ ഞാൻ വിചാരിച്ചു ഇങ്ങനെ അങ്ങ് ചെയ്യാന്ന്, അതുകൊണ്ട് അങ്ങനെ ചെയ്തു പോയതാണ്. ഓക്കെ, ആൻഡ് ഇത്രയും അയണും കാര്യങ്ങളെല്ലാം ഞാൻ ക്രാഫ്റ്റ് ചെയ്തു. ആൻഡ് ഞാൻ കുറേ ഇരുന്ന് കഷ്ടപ്പെട്ടു കേട്ടോ. കുറേ വുഡ് വെട്ടി അയണും സോർട്ട് ചെയ്ത് അങ്ങനെ കുറേ പരിപാടികൾ ഞാൻ ചെയ്തു. ബട്ട് എല്ലാം പോയളിയാ. അത് കണ്ടപ്പോ എനിക്ക് വിഷമമായി, ദേഷ്യമായി. അതായത്
അതായത് ഇത്രയും ചെയ്തതിനൊക്കെ ഒന്നും ഇല്ലാണ്ടായിപ്പോലെ. അത് നമ്മൾ കഷ്ടപ്പെട്ടെല്ലാം ചെയ്തിട്ട് അതൊന്നും ഒന്നും ഇല്ലാണ്ടാവുന്ന പോലെ ഒരു ഫീല്. അല്ലെങ്കിലും അത് തന്നെയാണ് ഉണ്ടായത്. കാരണം നിങ്ങളതിനൊന്നും കാണിക്കാൻ പറ്റിയില്ല. എന്ത് പണിയാ നോക്ക്. അന്നൊരു വീഡിയോയും അന്നല്ല 2-3-4-5 ദിവസത്തിന് മുന്നേ ഒരു വീഡിയോ റെക്കോർഡ് ചെയ്തിട്ടുണ്ടായി. കഴിഞ്ഞ എപ്പിസോഡ് മറ്റേ 8ാമത്തെ എപ്പിസോഡിലെ ട്രീ ഹൗസ് ഉണ്ടാക്കുന്നത്. അതിന്റെ വീഡിയോയില് ഞാൻ പറഞ്ഞിട്ടുണ്ടായി ഒരു വീഡിയോ റെക്കോർഡ് ചെയ്തിട്ട് അതില് എന്റെ വോയിസ് കിട്ടാത്തത്. ഞാൻ പിന്നെ ഹെഡ്സെറ്റ് ശരിയാക്കി 2 വട്ടം ചെക്കൗട്ട് ചെയ്ത് അതും കാണിച്ചപ്പം അതൊക്കെ റെഡിയായി. പക്ഷെ ഹെഡ്സെറ്റ് എന്ന് പറഞ്ഞാൽ ഗെയിം തെറാപ്പിസ്റ്റ് ഒക്കെ ഉപയോഗിക്കുന്നില്ല അതുപോലത്തെ ഒരു ഹെഡ്സെറ്റ് ആണ് ഗൈസ് എന്റെ. അതായത് ഗെയിമിംഗ് ഹെഡ്സെറ്റ്. ഇതാ നമ്മുടെ വില്ലേജ് അവിടെ വരെ ഞാൻ ഈ റെയില് വെച്ചു. പിന്നെ നമ്മുടെ ജീജി ഒക്കെ വിളിച്ചിട്ടുണ്ടായി ആ നേരത്ത് നമ്മള്. അപ്പൊ അവന്റെ അടുത്ത് സംസാരിച്ചു. ഇനി അതുകൊണ്ടാണോ സീൻ ഉണ്ടായെന്ന് എനിക്ക് ഒരു ഇതുമില്ല. പക്ഷെ കഴിഞ്ഞ വട്ടം റെക്കോർഡ് ചെയ്തപ്പോഴും അവൻ വിളിച്ചിട്ടുണ്ടായിരുന്നില്ല. ആരും വിളിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പം അതല്ല, വേറെന്തോ സീനുണ്ട് നമ്മുടെ വില്ലേജിലല്ല ഹെഡ്സെറ്റില്. ഓക്കെ, എന്താന്ന് നമുക്ക് നോക്കണം. എനിക്കൊന്ന് കടയിൽ പോയിട്ടൊന്ന് കാണിക്കണം ഹെഡ്സെറ്റിന് എന്താ പറ്റിയെന്ന്. അല്ലേലും ഈ ഹെഡ്സെറ്റിന് മുന്നേ ഒരു പ്രശ്നം ഉണ്ടായി. അതായത് എന്റെ ഹെഡ്സെറ്റില് മാക്സ് വോളിയം എന്ന് കേട്ടോണ്ടേയിരിക്കും. അത് ഞാൻ ആദ്യത്തെ ഈ ഒരു വീഡിയോയില് റെക്കോർഡ് ചെയ്യുമ്പം അത് കേട്ടോണ്ടിരിക്കുവായിരുന്നു. എനിക്ക് ഭയങ്കര അനോയിങ് ആയിരുന്നു ആ സംഭവം കാര്യങ്ങള്. എന്നിട്ട് ഞാൻ പിന്നെ റെഡിയാക്കിയതാണ്. ഞാൻ തന്നെ അഴിച്ചിട്ട് കുറെ പരിപാടിയൊക്കെ ചെയ്ത് അത് സ്വിച്ചൊക്കെ മാറ്റി അങ്ങനെ കുറെ പരിപാടി ചെയ്തിട്ട് അത് റെഡി ആയതാണ്. ഇനിയിപ്പോൾ അതിനെക്കുറിച്ച് ആലോചിച്ചിട്ട് കാര്യമില്ല. പോയത് പോയി. ഇനി കിട്ടും. അത്രേ ഉള്ളൂ. ഇതാ നമ്മുടെ വില്ലേജേഴ്സ് ഒക്കെ കുറെ പേരുണ്ട്. ട്രേഡ് പിന്നെ ട്രേഡിങ് കൊടുത്ത എമറാൾഡ്. പക്ഷെ ലെതർ ഇച്ചിരി റെയറാണ്. അവനെന്തുണ്ട് പൊട്ടൻ. എനിക്ക് ഈ വില്ലേജിൽ നിന്ന് ഞാൻ ഒന്ന് ഫുള്ള് ലൂട്ട് അടിക്കാന്ന് വിചാരിച്ചു എന്തേലും ബാക്കി ഉണ്ടോന്ന് നോക്കിയപ്പോ എനിക്ക് പൊട്ടാറ്റോ കിട്ടി ഗായ്സ്. നമുക്ക് പൊട്ടാറ്റോ കിട്ടിയിട്ടുണ്ട് നമ്മുടെ വില്ലേജിൽ നിന്ന് സുഹൃത്തുക്കളെ. ഞാൻ എന്നിട്ട് പൊട്ടാറ്റോ കണ്ട് സന്തോഷിച്ചു. ഞാൻ സത്യം പറഞ്ഞ എക്സ്പി ഫാം ഉണ്ടാക്കിയതിന് വേറൊരു കാരണമുണ്ട്. ക്യാരറ്റും കിട്ടണം ഇച്ചിരി കൂടി, പിന്നെ പൊട്ടാറ്റോ കിട്ടാനാണ് മെയിനായിട്ട് എക്സ്പി ഫാം ഉണ്ടാക്കിയത്. കാരണം അതിനൊക്കെ മുന്നേ നമുക്ക് ക്യാരറ്റ് കൃഷി ഉണ്ടായിരുന്നു. ഓക്കെ, ഇത്രയും സാധനങ്ങൾ ഇവിടെ നിന്നായിരുന്നു എനിക്ക് പൊട്ടാറ്റോ കിട്ടിയത്. ഈ ഒരു ഏരിയയിൽ നിന്ന് എനിക്ക് പൊട്ടാറ്റോ കിട്ടി. എന്നിട്ട് നമ്മൾ നേരെ പോയിട്ട് വേറെ പരിപാടിയാണ് ഇവിടെ ചെയ്തത്. ഈ പൂച്ചയില്ലടാ, ഈ പൂച്ചേന്റെ മറ്റേ മീന് ഞാൻ എന്താ കൊടുക്കേണ്ടത് എനിക്ക് മനസ്സിലായില്ല. മീനിനെ പച്ചക്കാണോ കൊടുക്കേണ്ടത്, ഫ്രൈ ചെയ്തിട്ടാണോ, അതായത് നമ്മുടെ ഫർണസിൽ വെച്ച് കുക്ക് ചെയ്തിട്ടാണോ കൊടുക്കേണ്ടത്, എനിക്ക് ഇതുവരെ ഒരു ഉറപ്പില്ല. അതാ ബ്ലാക്ക് സ്മിത്തർ ട്രേഡ് ചെയ്യാൻ പറ്റത്തില്ലേ? ഇതിനെ പറ്റൂലോ. ബെഡ്റോക്ക് എഡിഷൻ ഇത് അതാണെന്ന് തോന്നുന്നു. ഷീൽഡ് വരെ പൊട്ടിപ്പോ, വെറുതെ വേണ്ട. അയ്യോ, രാത്രി എന്തായാലും രാത്രിയായിട്ടില്ല, കൃത്യം രാത്രിയാവുമ്പോ നമ്മള് പോകും. ആൻഡ് എന്തൊക്കെയുണ്ട് അമ്മ, സുഖാണോ? എത്ര നാളെ കണ്ടിട്ട്, എത്ര നാളായി. പറഞ്ഞോണ്ടിരുന്നാ മതിയോ? മലയാളമൊക്കെ സംസാരിക്ക്. എന്താ മോനെ വേറൊന്നുമില്ല കഴിക്കാനൊക്കെ എന്തുണ്ടാവാനാണ് മച്ചാനെ? നമ്മൾ സീനാണ് മച്ചാനെ. എന്താണ് മച്ചാനെ? മാറ് മച്ചാനെ, കൊണ്ടയാണോ മച്ചാനെ? ഇവിടെ ഇയാളുണ്ടോ? പേപ്പർ കൊടുത്ത ലൈബ്രറിയൻ അല്ലല്ലോ മറ്റേ ഇല്ല. ആൻഡ് നമ്മൾ 80 ദിവസമായിട്ടാണ്. ഇനി 20 ദിവസം കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ we will 100 days bro, 100 days. ഇനി 20 അല്ല, ഇനി 18 ദിവസം കൂടി മതി. ചെറിയ ചുമയുണ്ട് ഇടയ്ക്ക്. ആൻഡ് എനിക്ക് പിന്നെ മൈൻഡ് കാർട്ടൊക്കെ ഉണ്ടാക്കിയിട്ട് വരേണ്ട ആവശ്യമൊക്കെ ഉണ്ട്. എനിക്ക് പിന്നെ ഇവിടെ നിന്ന് ഇനി വില്ലേജേഴ്സിനെ നമുക്ക് ഇവനൊക്കെ നമുക്ക് കയറ്റാനുള്ളതാണ്. ഓക്കെ, നമുക്ക് ബോട്ടൊക്കെ എടുത്തിട്ട് ഇവിടെ വരെ കൊണ്ടുവന്നിട്ട് മൈൻഡ് കാർട്ടിൽ എടുത്തിട്ട് കൊണ്ടുപോകാൻ ഒരു ഇതുള്ളതാണ് നമുക്ക് ഐഡിയ.
ആൻഡ് ഈ ഷെയ്ഡർ നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഇതാ മൈൻക്രാഫ്റ്റ് ന്യൂബ് അൺവിൻഡോ എന്താടാ അൺവിൻഡ് എന്ന് പറയുന്ന ഒരു ഷെയ്ഡർ ആണ്. അത്യാവശ്യം നല്ല മൂടൊക്കെയുള്ള ഷെയ്ഡറാണ്. രാത്രിയാണ് ഗൈസ് ഇതിന്റെ രസം. രാത്രി ഈ നിങ്ങൾ നേരത്തെ ആയപ്പോ കണ്ടല്ലോ, രാത്രി ഇവിടെ വാൽനക്ഷത്രമൊക്കെ പോയിട്ട് മൂണൊക്കെ കാണാൻ നല്ല രസമാണ്. ഇല്ലേ രാത്രി നല്ല വൈബാണ്. ഞാൻ ആ കേവ് അതന്നെ ആ കേവിലോട്ടൊന്ന് നോക്കിയായിരുന്നു, പക്ഷെ എന്റെ കയ്യിൽ വാട്ടർ ബക്കറ്റ് ഇല്ല, ഒന്നുമില്ല. പിന്നെ ഞാൻ എന്ത് ചെയ്യാനാ? സത്യം പറഞ്ഞാൽ നമുക്ക് ഈ വില്ലേജ് മാത്രമല്ല കുറെ സ്ഥലത്ത് ഇവിടെ വില്ലേജ് ഉണ്ട്. ഞാൻ കണ്ടായിരുന്നു, 2-3-4 എണ്ണം ഞാൻ കണ്ടായിരുന്നടാ. എനിക്ക് ഓർമ്മയുണ്ട് ഞാൻ കണ്ടത്. പിന്നെ വില്ലേജർ ഔട്ട് പോസ്റ്റ് ഉള്ള ഒരു വില്ലേജ് ഞാൻ കണ്ടായിരുന്നു. അതിന്റെ കോർഡിനേറ്റ് എൻ്റെ ഉണ്ട്, നോക്കട്ടെ ഗൈസ്. പിന്നെ ബ്ലോക്സ് ഡേ കൊട്ടാരം വേൾഡ് സീസൺ 2 തുടങ്ങിയിട്ട് അതിന്റെ വീഡിയോ ഞാൻ നോക്കിയിട്ട് തിങ്കളാഴ്ചയോ ഞാൻ എന്നേലും അപ്ലോഡ് ചെയ്യാട്ടോ. എനിക്ക് സമയം കിട്ടുന്നില്ല എന്നല്ല, അത് എഡിറ്റ് ചെയ്യാൻ മടിയാടാ. അതിന്റെ കോഡ് കാണിക്കാണ്ടിരിക്കാനും കുറെ പരിപാടി ഉണ്ട്. വീഡിയോ കട്ട് ചെയ്യണം, അത് ഇത്. ബ്ലോഗ്സ് ഡേന്റെ വീഡിയോ ഒക്കെ ആണെങ്കിൽ ഏറ്റവും തലവേദന, കാരണം അതിൽ കുറെ എഡിറ്റ് ചെയ്യണം നമുക്ക്. അതാണ് സീനിയടാ. അപ്പം എന്റെ അമ്മേ, എനിക്ക് കട്ടും ചെയ്ത് കുറെ പരിപാടി ഉണ്ട് ഈ ബ്ലോഗ്സ് ഡേന്റെ വീഡിയോയിൽ. അതുകൊണ്ട് പിന്നെ ഞാൻ മൾട്ടിപ്ലെയർ ആളുള്ളപ്പോ കളിക്കാന്ന് വിചാരിച്ചിട്ടാണ്. പിന്നെ ആളുള്ള സമയത്താണെങ്കിൽ എനിക്ക് നെറ്റും ഉണ്ടാവില്ല. അതെന്താ സംഭവം? എനിക്ക് ഓറഞ്ച് ആടാ. വാട്ട്? ബ്രൗൺ ആണോ ഓറഞ്ച് ആണോ? പിന്നെ ഊള് കിട്ടും. ഓ ബ്രൗൺ ആണ്, ഞാൻ വിചാരിച്ചേ ഓറഞ്ച് ആണ്. ഓക്കെ മിസ്റ്റർ, ഞാനെ തിരിഞ്ഞു നോക്കിയാ ഞാൻ വെറുതെ വിട്ടാനെ എന്ന് ഞാൻ പറയൂല. അതിന്റെ ഇടയ്ക്ക് ഞാൻ ചത്തു ഗൈസ്. ഞാൻ മറ്റേ ട്രൈഡന്റ് ഉള്ളവനെ കൊന്നിട്ട് ട്രൈഡന്റ് എടുക്കാൻ നോക്കിയതാണ്. എന്നിട്ടാണെങ്കിൽ അവൻ എന്നെ കൊന്നു. ഹാഫ് ഹാർട്ടായിരുന്നു. അവനല്ല വന്നേ, ഞാൻ വെള്ളത്തിൽ മുങ്ങി ചത്ത്. ഹാഫ് ഹാർട്ടായിരുന്നു അവൻ എന്നെ ട്രൈഡന്റ് വിട്ടിട്ട്. അത് അപ്പൊ ഞാൻ എസ്കേപ്പ് ആയി വിചാരിച്ചു. ഞാൻ വെള്ളത്തിന്റെ അടിയിലല്ലേ അവനെ കൊന്നിട്ട്. എന്നിട്ട് കേറാൻ നേരത്ത് കറക്റ്റ് ബബിള് തീർന്നു, ചത്തു. എങ്ങനെ ഇരിക്കാണ്? ആൻഡ് എന്റെ സ്കിന്ന് കാര്യങ്ങൾ ചേഞ്ച് ചെയ്യണമെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്യും. ഇതിപ്പോ ഒരു രസമില്ലാത്തൊരു സ്കിന്നാണ്. ഇത് നോക്കി നോക്ക്. ആൻഡ് ഒരു രസമില്ല. ഇതിന്റെ പേരെന്തായിരുന്നടാ? ഈ ക്യാരക്ടറുടെ പേരെന്തായിരുന്നു? ഇവന്റെ പേരെന്തായിരുന്നു? സ്റ്റീവ് അല്ല, നോറയോ? ഇവന്റെ ക്യാരക്ടറുടെ പേരെന്തായിരുന്നു? അലക്സ്. അലക്സ്. ഞാൻ മറന്നുപോയി പെട്ടെന്ന്. ഇനി മറക്കുവോ? മറക്കരുത്. ഇന്ന് ചിലപ്പോ നിങ്ങൾക്കൊരു ബോറിംഗ് എപ്പിസോഡ് ആയിരിക്കും, കാരണം കണ്ടന്റ് ഇല്ലടാ. കണ്ടന്റ് കഴിഞ്ഞ വീഡിയോയിൽ ഉണ്ടായിരുന്നു, ഇത്രയും ചെയ്തത് 3 കണ്ടന്റ് ഉണ്ടായിരുന്നു. 3 കണ്ടന്റ്, എന്നിട്ട് അത് ഒന്നുമില്ലാത്ത വീഡിയോ ആയിപ്പോയി. ദേഷ്യപ്പിക്കാനായിട്ട്. ഇനിയിപ്പം ഇങ്ങനെ പറഞ്ഞുകൊണ്ട് ആശ്വസിക്കാം. ഓക്കെ, പക്ഷെ ഞാൻ കുറെ പാടുപെട്ടത് അതൊന്ന് ഗ്രൈൻഡ് ചെയ്തെടുക്കാനാണ്. ഇനി നമുക്ക് അതിന്റെ ചുറ്റിനും ഒരു മതില് പണിയണം. മതില് പണിയണോ അതോ വേണ്ടേ, അതോ ഇച്ചിരി കൂടി സൈഡിൽ കൂടെ ജസ്റ്റ് ഒരു ബ്ലോക്ക് ഹൈറ്റില് ഒന്ന് പണിത് പോയോ, അല്ല 2 ബ്ലോക്ക് ഹൈറ്റില് ഒന്ന് പണിത് പോയാൽ മതിയോ, അല്ലെങ്കിൽ ഒരു ബ്ലോക്കിൽ പണിയണോ? അതൊക്കെ നിങ്ങൾ കമന്റ് ചെയ്യ്. അല്ലെങ്കിൽ അടുത്ത വീഡിയോയില് ഒരു ബ്ലോക്ക് ചിലപ്പോ രസമുണ്ടാവും. അല്ല, എനിക്ക് മതില് പണിയേണ്ട എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്ര ഏരിയ ആണ്, അത്ര അറിഞ്ഞാൽ മതി. വേറൊരു സീനുമില്ല. പിന്നെ മറ്റേ ക്രീപ്പർ ഫാം ഇല്ലേ, അത്, പിന്നെ അയൺ ഫാം, പിന്നെ ബ്രീഡർ, ട്രേഡിംഗ് ഹാള്, എല്ലാ രീതിയിലുള്ള ഫാമും ഇനി ഇവിടെ ആയിരിക്കും വരിക. ആൻഡ് നമ്മുടെ സുധീന്റെ വേൾഡ് ഞാൻ കണ്ടു, അത് അവൻ നല്ല രീതിയിലാണ് ചെയ്തിട്ടുള്ളത്. അപ്പൊ നമുക്ക് അതിന് വേണ്ടിയിട്ട് നല്ല ബിൽഡൊക്കെ ചെയ്യാനായിട്ട് ഒരു ഏരിയ ഇവിടെ എവിടെയെങ്കിലും കണ്ടുപിടിക്കണം. അതിന്റെ അപ്പുറത്ത് ഐലൻഡോ ഏതെങ്കിലും ഒരു സ്ഥലത്ത് നമുക്ക് നോക്കിയിട്ട് നല്ല ബിൽഡൊക്കെ ചെയ്യാൻ പറ്റിയ ഒരു ഐലൻഡ് കണ്ടുപിടിച്ചിട്ട് നമുക്ക് അവിടെ ആയിട്ട് നമ്മുടെ ബിൽഡ്സ് കാര്യങ്ങൾ, അതായത്
ഇപ്പൊ ഷോപ്പ്, ക്ലോക്ക് ടവർ, പിന്നെ ബാങ്ക്, അങ്ങനെ വല്ല സാധനങ്ങളൊക്കെ നമുക്ക് പണിയാം. എനിക്ക് ആ ഒരു ഐലൻഡ് നല്ല ഇതുണ്ട്. അവിടെ തന്നെ പണിയാല്ലേ? അവിടെ തന്നെ പണിയാം. എത്ര മതിയില്ലേ? എത്ര മിനിറ്റായി? 25 മിനിറ്റായി. എൻ്റെ അമ്മേ, എത്ര മതി. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്ര ഉണ്ടായിരുന്നുള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ട വീഡിയോയിലേക്ക് ഷെയർ ചെയ്യുക, സബ് ചെയ്യുക. അടുത്ത വീഡിയോയില് നമ്മൾ ആ ഐലൻഡ് സെറ്റ് ആക്കുന്നതായിരിക്കും. അല്ലെങ്കിൽ നമ്മൾ അവിടെ നമ്മുടെ ബ്രീഡർ മതിയില്ലേ? എന്നിട്ട് അതിന്റെ അടുത്ത എപ്പിസോഡിൽ നമുക്ക് അവിടെ ക്ലിയർ ചെയ്യാം. അടുത്ത എപ്പിസോഡിൽ നമ്മൾ അവിടെ ഒരു നല്ല ബ്രീഡർ കാര്യങ്ങൾ വെക്കുന്നതായിരിക്കും. അപ്പം ബ്രോട്ടോണിസ് ഗെയിമിംഗ് സോണി സൈനിങ് ഔട്ട്. പറ്റാറ്റ ബബ്ബീസ് ഇൻ ദി നെക്സ്റ്റ് വീഡിയോ. അപ്പോൾ നമ്മുടെ വേൾഡിനോടും നിങ്ങളോടും ബൈ ബൈ.